UDF ക്ഷണിച്ചിട്ടുണ്ട്. UDF കൺവീനർ CPI UDF കൺവീനർ എന്താ പ്രതിയാണ്? CPI മനസ്സ് മാറുന്നുണ്ടോ നോക്കുന്നതെന്നാണ് പറഞ്ഞത്. മീഡിയ ഞാൻ ചിരിക്കുന്നു. ക്ഷണിച്ചിട്ടുണ്ടോ? ആരാ ക്ഷണിച്ചത്? അടൂർ പ്രകാശ് കൺവീനർ. ഗ്രേറ്റ്. ഞാൻ ചിരിക്കുന്നു എന്ന് പറയുക. ഞാൻ ചിരിക്കുന്നു. CPI രാഷ്ട്രീയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തിന്റെ ഉപജ്ഞാതാക്കളുടെ ഒരു പാർട്ടിയാണ് CPI. ആ രാഷ്ട്രീയം പൂർണ്ണമായും ശരിയാണ്. ആ രാഷ്ട്രീയത്തിന്റെ ശരിക്ക് വേണ്ടി എന്നും പോരാടിയ പാർട്ടിയാണ് CPI. ആ പോരാട്ടത്തിൽ CPI തുടരും. LDFന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കും. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ സുഹൃത്താണ് കൺവീനർ അടൂർ പ്രകാശ്. അദ്ദേഹം പറഞ്ഞത് അല്ലേ? നല്ല സുഹൃത്താണ്. ഞാൻ പറയും, അടൂർ പ്രകാശ് ദയവായിട്ട് ശ്രദ്ധിക്കേണ്ടത്, UDF നയിക്കുന്ന മുഖ്യമായ പാർട്ടി കോൺഗ്രസ് അല്ലേ? ആ പാർട്ടിയിൽപ്പെട്ട 2 നേതാക്കന്മാർ, വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ, ചെറിയവരല്ല, സ്ഥിരമായിട്ടുള്ള മോദി സ്തുതിയിലാണിപ്പോൾ. ഒരാൾ മലയാളിയാണ്, ഒരാൾ ഉത്തരേന്ത്യക്കാരനുമാണ്. 2 പേരും വൻ നേതാക്കന്മാരാണ്. അവരെല്ലാം BJP ആകാതെ നോക്കേണ്ട കോൺഗ്രസ് ഒരുപാട് പാടുപെട്ട് ഇത്തരം ചടങ്ങൊക്കെ വേണ്ട നേരം പാഴാക്കേണ്ടതില്ല. വിസ്മയകരമായ മാറ്റങ്ങൾ മുന്നണി രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമെന്ന ആത്മവിശ്വാസമാണ് VD സതീശനടക്കമുള്ളവർ പങ്കുവയ്ക്കുന്നത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തീർച്ചയായിട്ടും ഗൗരവമേറിയ ഒരു ഫലമുണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പാഠം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ എല്ലാ ശരികളെയും മുറുകെ പിടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും LDFും എല്ലാം പഠിക്കും. LDF കൂട്ടായും ഓരോ പാർട്ടിയും പ്രത്യേകമായും അതേപ്പറ്റി പഠിക്കും. പഠിക്കുമ്പോൾ ഒരു പാളിച്ച കണ്ടാൽ ആ പാളിച്ച തിരുത്തും. ഒരു കുറവുണ്ടെങ്കിൽ ആ കുറവ് നികത്തും. ആ കുറവ് നികത്തി തിരുത്തേണ്ടവയെ തിരുത്തി LDF ജനങ്ങളിലേക്ക് പോകും. LDF ജനങ്ങളുടെ പിന്തുണ നേടും. LDF പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വരും. ശരി. ഇല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഭരണഘടനാ പ്രകാരമുള്ള എല്ലാ ജനാധിപത്യ അവകാശങ്ങളും എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനങ്ങളെ ഒരു കുത്തഴിഞ്ഞ സമ്മേളനമാക്കി മാറ്റാൻ വേണ്ടിയുള്ള സംഘടിതമായ ശ്രമങ്ങളുണ്ടായാൽ ആ ശ്രമങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കില്ല. അത് പാർട്ടിയുടെ പുരോഗതിക്കോ വളർച്ചയ്ക്കോ നന്മയ്ക്കോ ഇടയില്ലെന്ന് പാർട്ടിക്കറിയാം. അതുകൊണ്ട് സമ്മേളനങ്ങളിൽ പാലിക്കേണ്ട ഒരു പ്രവർത്തന പദ്ധതിയുടെ രൂപരേഖ പാർട്ടിക്കുണ്ട്. അതുപ്രകാരം മുന്നോട്ട് പോകും. അതുപ്രകാരം പാർട്ടി എല്ലാ സമ്മേളനങ്ങളും ഗംഭീരമായിട്ട് വിജയിപ്പിക്കും.